ഇന്ന് ഒരു പുതിയ പ്രോഡക്റ്റിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ അടുക്കളയിലുള്ള മാലിന്യങ്ങൾ വളമാക്കി മാറ്റാനുള്ള ബയോ ഡൈജസ്റ്റബിൾ ബിൻ എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. ഇതിന് 3 ഭാഗങ്ങളാണുള്ളത്. 3 തട്ട്. ഒന്നാമത്തെ തട്ട് ഒരു ബക്കറ്റ് പോലെ ഉള്ളതാണ്. ഇതിനകത്ത് സുഷിരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത് അതിൻ്റെ അടപ്പാണ്, ക്യാപ്പ് എന്ന് പറയും. ഇത് ഇങ്ങനെ നമ്മൾ അടച്ചു വെച്ച് സൂക്ഷിക്കാൻ പറ്റും. അടുത്ത പിൻ അതും സാധാരണ ഗതിയിൽ അകത്ത് സുഷിരങ്ങളിലിട്ട ഒരു ട്രേ ആണ്. അതിനുശേഷം ഈ ട്രെയിൽ ഇങ്ങനെയുണ്ട്. ഇതിൽ ഏറ്റവും അടിയിലായിട്ട് ഒരു ട്രേ ഉണ്ട്. അതിനകത്താണ് നമ്മൾ ഇതെല്ലാം വയ്ക്കുന്നത്. അതിന് ബോട്ടം ലിഡ് എന്ന് പറയും. ബോട്ടം ലിഡ് എടുത്ത് വെച്ചതിന് ശേഷം അതിലാണ് നമ്മൾ ആദ്യത്തെ ഈ ട്രേ ഫിക്സ് ചെയ്യുന്നത്. ഈ ട്രേ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജോലി എന്ന് പറയുന്നത് നമുക്ക് കൊക്കോ പിറ്റ്, ചകിരിച്ചോറുണ്ട്. ഈ ചകിരിച്ചോറ് 5 സെന്റിമീറ്റർ കനത്തിൽ ഇതിൽ അകത്ത് നിറയ്ക്കണം. 5 സെന്റിമീറ്റർ എന്നുണ്ടെങ്കിൽ ഇതിൽ ഏകദേശം ഒരു 5 സെന്റിമീറ്ററോളം ഉള്ള ഒരു വെട്ട് ഇട്ടിട്ടുണ്ട്. നമുക്ക് തൽക്കാലം അത് വരെ നിറയ്ക്കാം. ഇതിലിപ്പോ 5 സെന്റിമീറ്റർ കനത്തിൽ കൊക്കോ പിറ്റ് ഇട്ടു. ഇതുപോലെ അതിനുശേഷം ഇതിന്റെ മറ്റൊരു ട്രേ കാണും. അതിന്റെ എക്സ്റ്റൻഷൻ പോട്ട് എന്ന് പറയും. ഈ എക്സ്റ്റൻഷൻ പോട്ട് ഇതിന്റെ മുകളിൽ വെച്ചതിന് ശേഷം അടുത്ത ട്രേ ഇതിനകത്ത് സ്ഥാപിക്കാം. അതിനുശേഷം ഇതിലും 5 സെന്റിമീറ്റർ കനത്തിൽ കൊക്കോ പിറ്റ് നിറയ്ക്കണം. അതിനുശേഷം വീണ്ടും നമ്മൾ അടുത്ത എക്സ്റ്റൻഷൻ ട്രേ ഇതിന്റെ മുകളിൽ വെക്കണം. വെച്ചതിന് ശേഷം വീണ്ടും 3ാമത്തെ ട്രേയും ഇതിന്റെ മുകളിൽ വെക്കണം. എന്നിട്ട് ഇതിലും നമ്മൾ 5 സെന്റിമീറ്റർ കനത്തിൽ കൊക്കോ പിറ്റ് നിറയ്ക്കണം. ഇതിപ്പോ നമുക്ക് ഇത്രയും പൊക്കം മേശയുടെ പുറത്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. തറയിൽ വെച്ച് നിറച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കിത് നിറയ്ക്കാൻ പറ്റും. അതിനുശേഷം ഇത് കൊണ്ട് അടയ്ക്കണം. ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. 5 സെന്റിമീറ്റർ വെച്ച് കൊക്കോ പിറ്റ് നമ്മൾ ഇതിൽ എല്ലാത്തിലും നിറയ്ക്കണം. നിറച്ചതിന് ശേഷം ഇതിനി ഇത്തിരി കൂടെ താഴ്ന്ന പ്രതലത്തിൽ വെച്ചിട്ടാണ് 3 ബിന്നിലും ചകിരിച്ചോറ് 5 സെന്റിമീറ്റർ ചകിരിച്ചോറ് നിറച്ചതാണ്. ഇനി നമ്മളുടെ ദിവസമുള്ള അടുക്കള മാലിന്യം എന്ന് പറയുമ്പോൾ വെള്ളം ആയിട്ട് ദ്രവരൂപത്തിലുള്ള ഒരു മാലിന്യങ്ങളും ഇതിനകത്ത് നിക്ഷേപിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഓറഞ്ച്, പിന്നെ നാരങ്ങ, ഇതിന്റെ വേസ്റ്റുകളും ഇതിനകത്ത് ഇടാൻ പാടില്ല. അതിനുശേഷം നമ്മളിപ്പോൾ അതിനുള്ള പിന്നെ വെജിറ്റബിൾസ് അരിയുന്നതിന്റെ ബാക്കി ഇതെല്ലാം നമുക്കിപ്പോൾ ഇതിനകത്ത് നിക്ഷേപിക്കാം. ഉള്ളിയുടെ വേസ്റ്റ്, ബാക്കിയുള്ള അങ്ങനെ. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ദിവസത്തിൽ 1-2 പ്രാവശ്യം മാത്രമേ ഇത് തുറക്കാൻ പാടുള്ളൂ. അതിനുശേഷം ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള നമ്മളെ വേസ്റ്റുകളെല്ലാം ഇതിൽ ഇട്ടതിന് ശേഷം കുറച്ച് കൊക്കോ പിറ്റ്സ് ഇതിന്റെ അകത്ത് അതിന്റെ മുകളിൽ വിതറി കൊടുക്കണം. ഇത് സാധാരണ ഒരു വീടാണെങ്കിൽ ഏകദേശം നമുക്ക് 15 ദിവസത്തോളം ഇത് നമുക്ക് ഒരു ദിവസം ഈ ഒരു ബക്കറ്റ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതിൽ ഓരോ ദിവസവും ഇത് ഇട്ടതിന് ശേഷം നമ്മൾ ഇതിന്റെ ഇത് വെച്ച് ഇത് അടച്ചു വയ്ക്കണം. ഈ അടപ്പ് ഒരു ദിവസത്തിൽ 1-2 പ്രാവശ്യം മാത്രമേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ഒരു 15 ദിവസം
ഇങ്ങനെ എടുത്ത് മാറ്റാം. 15 ദിവസം കഴിയുമ്പോൾ ഏകദേശം നമ്മുടെ ആദ്യത്തെ ട്രേ ഫുള്ളാവും. ആദ്യത്തെ ട്രേ ഫുള്ളാവുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യാനുള്ളത് ആ ട്രേ ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം അടുത്ത അതിൻ്റെ അടിയിൽ നിന്ന് അടുത്ത ട്രേ ഊരി ഈ ട്രേ ഏറ്റവും അടിയിൽ കൊണ്ടുപോകണം. വച്ചതിന് ശേഷം ഈ ലിഡ് വെച്ച് ഇതെടുത്ത് ഈ രീതിയിൽ വെക്കണം. വെച്ചതിന് ശേഷം അടുത്ത ബക്കറ്റിൽ നമ്മൾ നിറയ്ക്കണം. അങ്ങനെ ഏകദേശം 45 ദിവസം ആവുമ്പോൾ നമ്മളെ ഈ 2 ബക്കറ്റുകളും നിറയും. അപ്പൊ ഈ 45 ദിവസം കൊണ്ട് ആദ്യം നമ്മൾ ഇട്ട ബക്കറ്റിൽ അത് വളമായി മാറിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ വളം നമുക്ക് എടുത്ത് പിന്നീട് വലിയ കണ്ണുള്ള അരിപ്പുണ്ടെങ്കിൽ അരിച്ച് ഉപയോഗിക്കാം. അങ്ങനെ അരിച്ചെടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഈ കൊക്കോ പിറ്റ് വീണ്ടും തെളിഞ്ഞു വരും. അപ്പൊ അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. അല്ലെങ്കിൽ കൊക്കോ പിറ്റ് നമ്മൾ വേറെ നമ്മൾ അരിച്ചെടുക്കുന്നതോ അല്ല, ഇപ്പൊ സ്വന്തമായിട്ട് വീണ്ടും കൊക്കോ പിറ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അത് അരിച്ചെടുക്കണമെന്നില്ല. അത് തന്നെ നേരിട്ട് നമുക്ക് ചെടികളിലും നമ്മുടെ മലക്കറി കൃഷിക്കും അങ്ങനെയുള്ള എല്ലാ കൃഷികൾക്കും നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ അടുക്കള മാലിന്യം കൊണ്ട് തന്നെ നമുക്ക് നല്ല വളം ഉണ്ടാക്കി അത് നമുക്ക് ഉപയോഗിക്കാനും അതുവഴി നമ്മളെ മാലിന്യ സംസ്കരണത്തിന് ഒരു പരിധി വരെ ഒരു അറുതി വരുത്തുന്നതിനും സാധിക്കും. സാധനം എനിക്ക് കിട്ടിയത് വർക്കല മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് കിട്ടിയത്. വർക്കല മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വീടുകളിൽ വന്ന് ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി വേസ്റ്റ് കളക്ട് ചെയ്യുകയും അങ്ങനെ 6 മാസം തുടർച്ചയായി വേസ്റ്റ് കൊടുക്കുന്ന വീട്ടുകാർക്ക് ഫ്രീ ആയിട്ടാണ് ഈ ഉപകരണം കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ലഭിച്ച ഉപകരണമാണ് ഈ നിങ്ങളുടെ മുമ്പ് കാണുന്നത്. ഇത് തിരുവനന്തപുരത്തുള്ള ഒരു കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്ത് വിൽപ്പന നടത്തുന്നത്. കമ്പനിയുടെ പേര് സമത എന്നാണ്. അവരുടെ ബുക്കിലെറ്റ് ഒരു ബുക്കിലെറ്റിൽ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളതിനെ കുറിച്ചെല്ലാം വിശദമായി പറയുന്നുണ്ട്. വീട്ടിലെ മാലിന്യങ്ങൾ മാറ്റം ചെയ്യുന്നതിന് വേണ്ടി ഇത് എല്ലാവരും വാങ്ങി ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.